ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിതായി പോയിക്കൊണ്ടിരിക്കുന്നത് ഇക്ക വന്ന വഴികളിലൂടെയാണ് കേട്ടോ. അതായത് ഇക്ക ഖത്തറിലോട്ട് വന്നിട്ട് ഒരു 6 വർഷം ആവാനായിട്ടുണ്ടാവും. ഇക്ക വർക്ക് ചെയ്യുന്ന സ്ഥലവും കൂടി കണ്ടുകളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഫാമിലീസ് ഇല്ല, അധികം ലൈറ്റ് കാര്യങ്ങളും കാണാനും മൊഞ്ചൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ആദ്യം പോയി കാണിച്ചു തന്നത് ഇക്ക ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന നാഷണൽ പെയിൻസിലാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇക്കയുടെ ഫ്രണ്ട് വരാണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇക്കാൻ്റെ നാട്ടുകാരനും അതുപോലെ തന്നെ കളിക്കൂട്ടുകാരനുമാണ്. അപ്പോൾ അവരിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവർ ഞങ്ങൾക്ക് കുറേ അധികം അവരുടെ ഒരു കമ്പനിയിലെ പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് സ്നാക്സ് കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇത് 2ാമത്തെ ടൈമാണ് കേട്ടോ ഞങ്ങൾ വാങ്ങാൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ട് ആദ്യം ഒന്ന് മടങ്ങിപ്പോയതാണ്. പിന്നെയാണ് വിചാരിച്ച ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നതാണ്. അതിന് ശേഷം നമ്മൾ പോയിട്ടുള്ളത് സൈനൽ ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിൻ്റെ നെയിം. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്ന്. അത് കാരണം തന്നെ ഇവിടെ വർക്കേഴ്സിന് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ശരിക്കും ഈ ഒരു ഭാഗം പറയുന്നത് പ്രവാസികളുടെ ഒരു ലോകമാണ് കേട്ടോ. അങ്ങനെ ഇക്ക 6 വർഷത്തിൻ്റെ ഇടയിൽ കടന്നു വന്ന എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്ന് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിട്ടോ. മുന്നോട്ട് പോയപ്പോഴാണ് മോന് വിശക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ നേരെ കയറിയത് പാകിസ്ഥാനിലെ പെഷവാറിലോട്ടാണ്. അടിപൊളി ഫുഡാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന സ്പെഷ്യലായിട്ടുള്ള പാകിസ്ഥാൻ റൊട്ടിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിഷും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇക്ക അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വന്നതൊരു വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് അവിടെ ഈവനിങ് ടൈമിൽ ഉണ്ടാക്കുന്ന സ്പെഷ്യലാണ് പറഞ്ഞിട്ട് ആദ്യം കൊണ്ടു തന്നത് അതായിരുന്നു കേട്ടോ. റൈസിലൊരു സ്വീറ്റ് കലർന്നിട്ടുള്ള ഒരു ടേസ്റ്റായിരുന്നു അതിനുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഒരു കൂളിംഗ് അതിന് വേണ്ടിയിട്ട് തേയില തേങ്ങയും അതുപോലെ തന്നെ ജീരകമൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി സംഭവം അത് കുടിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊക്കെ മാത്രമാണ് എന്നാലും കഴിച്ചിട്ടുണ്ടായിരുന്നത്, കുട്ടികൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചിക്കനാണ് എൻ്റെ മക്കളുടെ ഫേവറേറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ പാകിസ്ഥാൻ കടായി ചിക്കനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മളുടെ കടായി ചിക്കനിൽ കാട്ടും കുറച്ച് വ്യത്യാസമുള്ളതാണ് കേട്ടോ. അവരുടെ കടായി ടേസ്റ്റും എല്ലാതും ഡിഫറെൻ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഫസ്റ്റായി കഴിക്കണമെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. ശരിക്കും പാകിസ്ഥാൻ റൊട്ടി കഴിക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചിലപ്പോൾ ടേസ്റ്റ് പറ്റില്ല, ചിലപ്പോൾ ഇക്കാക്ക് പറ്റുന്നത് ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. സംഭവം കിടുമായിരുന്നു കേട്ടോ. മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ നന്നായി ലാവിഷായി ഒന്ന് കഴിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി ഇക്കാൻ്റെ കുറച്ച് ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാവാം കേട്ടോ. ഈ ഒരു ഫുഡ് കഴിക്കാൻ വന്നതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായമാണ് ചോദിക്കുന്നത്. സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു പാകിസ്ഥാൻ്റെ ഫുഡ്? നല്ലോണം അടിച്ച ഷീഹാന. എങ്ങനെടി ഇത് പിന്നെ അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പോയത് ചൈനീസ് മാളിലോട്ടാണ് കേട്ടോ. സംഭവം ഇവിടെ നിറയെ കാണാനുണ്ട് പറഞ്ഞിട്ട് ഭയങ്കര ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മാളാണ്. അത്യാവശ്യം നല്ല പോലെ തന്നെ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് കണ്ടു കളയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. ഈ ഒരു കാറിലിരിക്കുന്ന ആൾ ഒരു ബാറ്ററിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ല പറഞ്ഞിട്ട് ഈ വാശി പിടിക്കുന്ന അവസാനം ഈ ഒരു മാളിൽ നിന്ന് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടാണ് പിന്നെ ഇറക്കിയത്. കയറിയതും ഒരു ചൈന ആ ഒരു ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം പിന്നെ ഉള്ളിലോട്ട് ക്കുമ്പോൾ ഭയങ്കര അറബികളുടെ തിരക്കാണ്. അത് കാരണം അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടായിരുന്നു. പിന്നെയും അത്യാവശ്യം അവിടെ ഇവിടെയായിട്ട് കുറച്ച് വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ അറബികൾ വരുന്ന സ്ഥലത്ത് വീഡിയോസൊന്നും അലൗഡ് അല്ല കേട്ടോ. അത് കാരണം നമുക്ക് ഒരു ചെറിയൊരു പ്രൈവസി കിട്ടുന്ന സമയത്താണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ചൈനീസ് ഉപയോഗിക്കുന്ന പാത്രങ്ങളും അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതുവരെ ടി വിയിലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, നേരിട്ട് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കി നിന്ന് പോയി. ഗ്ലാസ് ആയാലും അതിലെ പ്രിൻറ്റിങ് ആയാലും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് പേടി എൻ്റെ മോനെയാണ് കേട്ടോ. ഏതെങ്കിലും ഒന്ന് പൊട്ടിച്ചു പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാശ് കൊടുക്കണം. അത് കാരണം പിന്നെ അവിടെ അധികം നേരം ഒന്നുമില്ല, എല്ലാം ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം ഞങ്ങൾ ആ മാളിലോട് ഡ്രസ്സിങ് സെക്ഷനിലോട്ട് പോയിട്ടോ. അങ്ങനെ അതും കണ്ട് ലാസ്റ്റ് വീണ്ടും റിട്ടേൺ വന്നപ്പോഴാണ് ഇക്കയും മോനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള അടുത്ത വീട്ടിൽ കാണുന്നവർ ബൈ.